ശരണം വിളികളാൽ മുഖരിതമായ ശബരിമലയിൽ നിന്നും കേൾക്കുന്നത് സ്വർണ്ണക്കടത്തിന്റെ കഥകളാണ്. കേൾക്കുമ്പോൾ ഭക്തി തോന്നും, പക്ഷേ ഉള്ളിലിരിപ്പ് പറഞ്ഞാൽ ഭയക്കും. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ ജനപ്രതിനിധികളും തമ്മിലുള്ള അഗാധമായ ബന്ധം കണ്ടോ? ഒരിക്കൽ പറഞ്ഞു അറിയില്ലെന്ന്, പിന്നെ പറഞ്ഞു പ്രസാദം കൊടുക്കാൻ പോയതാണെന്ന്. ഇപ്പോൾ ഇതാ 2024 താക്കോൽ കൈമാറുന്ന ചിത്രങ്ങളും പുറത്തു വരുന്നു. നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ, വോട്ടർമാരെ അറിയില്ലെങ്കിലും സ്വർണ്ണക്കടത്ത് പ്രതികളെ നല്ല നിശ്ചയമുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഒരേ സ്വർണ്ണക്കടത്തുകാരന്റെ തോണിയിലെ തുടക്കാരാണ്. നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് കുറച്ചു കാലം മുമ്പാണ്. ശബരിമലയിലെ സ്വർണം കടത്തി എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ പോയി കാണുന്നു. കൂടെ പോയതാരാ? നമ്മുടെ UDF അധ്യക്ഷനും MP യുമായ അടൂർ പ്രകാശ്. അന്ന് വിവാദമായപ്പോൾ MP നൽകിയ മറുപടി കേട്ടാൽ ആർക്കും കണ്ണ് നിറഞ്ഞു പോകും. അദ്ദേഹം എൻ്റെ മണ്ഡലത്തിലെ വോട്ടറാണ്, അദ്ദേഹത്തിന് സോണിയാഗാന്ധിക്ക് പ്രസാദം നൽകണമെന്ന് വലിയ ആഗ്രഹം, അതുകൊണ്ട് കൊണ്ടുപോയി. അപ്പോയിൻമെന്റ് പോലും ഇല്ലാതെ സോണിയാഗാന്ധിയെ കാണാൻ കഴിയുന്ന ആ വോട്ടർ ആരാണെന്ന് മാത്രം ചോദിക്കരുത്. പോറ്റി ഒരു കാട്ടുകള്ളനാണെന്ന് അന്ന് അറിയില്ലായിരുന്നു എന്നാണ് MP പറഞ്ഞത്. പാവം MP, നാട്ടിൽ നടക്കുന്നതൊന്നും അറിയാത്ത ഒരു നിഷ്കളങ്കൻ. പക്ഷേ കഴിഞ്ഞ ജനുവരിയിൽ പുളിമാത് നടന്ന ആ ചടങ്ങ് എന്തായിരുന്നു? അവിടെയും മുഖ്യാതിഥി നമ്മുടെ അടൂർ പ്രകാശ് തന്നെയാണ്. പോറ്റിയും മറ്റു രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച് വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുന്നു. ഇതാണ് ശരിക്കുള്ള പൊതുപ്രവർത്തനം. MP തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പടങ്ങളൊക്കെ അഭിമാനത്തോടെ പങ്കുവച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ അയ്യപ്പ ഭക്തരായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് വിശേഷണം. അയ്യപ്പ ഭക്തനാണോ അതോ സ്വർണ്ണഭക്തനാണോ എന്ന് ജനത്തിന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ രാഷ്ട്രീയക്കാർക്ക് മാത്രം ഇത് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് ഇതിൽ രാഷ്ട്രീയത്തിലേക്ക് വരാം. അടൂർ പ്രകാശ് പറയുന്നത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പണിയാണെന്നാണ്. SIT ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശരിയായിരിക്കാം, പക്ഷെ അന്വേഷണം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു വശത്ത് വലതു മുന്നണി പ്രതിയെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ മറുവശത്ത് ഇടതു മുന്നണി കേസ് അന്വേഷണം പാൽപ്പായസം പോലെ മന്ദഗതിയിലാക്കുന്നു. ഇടതും വലതും തമ്മിലുള്ള ഈ അന്തർധാരയാണ് യഥാർത്ഥ ഹൈലൈറ്റ്. ഒരാൾ പടം എടുക്കും, മറ്റേയാൾ കേസ് ഒതുക്കും. പാവം ഭക്തർ മാത്രം ശരണം വിളിച്ച് സ്വർണം കുറയുന്നത് നോക്കി നിൽക്കും. ശബരിമലയിലെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇവർക്ക് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമൊന്നുമില്ല. സ്വർണത്തിന് നിറം മഞ്ഞയാണല്ലോ, അത് രണ്ടിനും ഒരുപോലെ ചേരും. പ്രിയപ്പെട്ട MP, വോട്ടർമാരെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷെ വീട് വെച്ച് കൊടുക്കാൻ കോടികൾ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? കള്ളനാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു വട്ടം വിശ്വസിച്ചു, രണ്ടാമതും അത് തന്നെ പറയുന്നത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യല്ലേ? ഒളിച്ചോടില്ല എന്ന് പറയുന്ന ഈ MP ഈ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ എന്ത് വിശദീകരണം നൽകും? ഇത് കേരളമാണ് സാർ, ഇവിടെ പ്രസാദം കൊടുക്കാൻ പോകുന്നവനും താക്കോല് കൊടുക്കാൻ പോകുന്നവനും ഒടുവിൽ ജനത്തിന് മറുപടി നൽകേണ്ടി വരും. ശബരിമലയെ രാഷ്ട്രീയ ലാഭത്തിനും സ്വർണ്ണവേട്ടയ്ക്കും ഉപയോഗിക്കുന്ന ഈ കൂട്ടുകെട്ടുകൾ തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യും.